ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇതാന്ന് വെച്ചാൽ പുതിയ കൃഷി ഒന്ന് നമുക്ക് കക്കിരി കൃഷി, കുക്കുംബർ കൃഷി ഉണ്ടല്ലോ, ഒന്ന് നടാൻ വെച്ചിട്ട് ഒരു പാക്കറ്റ് കുരു വാങ്ങിനി. അത് മറ്റേത് ഇപ്പം ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്ക് നമ്മളിപ്പോൾ നട്ടു കൊടുത്താലേ നമുക്ക് പിന്നത്തേക്ക് ആയി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് കുരു വാങ്ങിനി. വലിയ പാക്കറ്റ് വാങ്ങി. എന്താ വെച്ചാൽ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പെരുത്തൊന്നും എത്തുന്നില്ല. ഇതാകുമ്പോൾ ഒരു 5-8 ആക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം വാങ്ങിയിട്ടുള്ളത്. ഉണ്ടാ, ഇതിപ്പോൾ ഹൈബ്രിഡിൻ്റെ കുരുവാന്ന് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് ജാസ്തി കുരു ഉണ്ടെന്ന് തോന്നുന്നു. അത്രയേ ഉള്ളൂ. ഒരു 5-8 നടാലോ. 5-8 കൊണ്ട് നട്ടെങ്കിലേ നമുക്ക് കൊടുക്കാനെത്തൂലൂ. കൊടുക്കണ്ടിക്കൽ ഇതിപ്പോൾ പുറത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുരു എത്രയൊന്നും ഇല്ല ഈ കുരു കേട്ടാ. എൻ്റെ ദൈവേ, എന്നിട്ട് എന്നോട് തന്നെ പാട് കുരു ഉണ്ടെന്ന് പറഞ്ഞു. 20ൻ്റെ 2 മേടിച്ചാൽ മതിയാണ്. നോക്കുമ്പോൾ കുരുവില്ല. ഇതേ ഉള്ളൂ കുരു. കണ്ടാ, 50 ഉറുപ്പ്യൻ്റെ പാക്കറ്റാണ് ഇത്. കണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നട്ട് കാണിച്ചു തരാമല്ലോ. ഉണ്ടല്ലേ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ 3 ഈ പാൽപ്പൊടി നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാൽപ്പൊടിയില്ല ഞാനിപ്പോൾ ഇത് നടുന്നത്. ഇത് കണ്ടില്ലേ, ഈ പാൽപ്പൊടിയില്ല ഇത് നടുന്നത്. ഇതിപ്പോൾ പാൽപ്പൊടിയാണ്. ഞാൻ 3 പാൽപ്പൊടി നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് സമയമായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് നിറച്ച് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ പാൽപ്പൊടി ഇതാ കണ്ടില്ലേ, ഇതാണ് പാൽപ്പൊടി. കണ്ട, പൊടി പാർന്ന് ഇത് ഞാനിപ്പോൾ ഇതിൽ തേച്ച് വിട്ടേ. പാൽപ്പൊടി ഉണ്ട്, ഇതിൽ ചപ്പും കൂടി ഉണ്ട്. മേലെ പാറി വീണ ചപ്പും രണ്ടും കൂടി ഞാൻ അടിച്ചു വരിക്കണം. എന്നാലും എന്താ വെച്ചാൽ എല്ലാം ഇടകലർന്നിട്ടാവുമല്ലോ, ഉണക്ക കരിയില എല്ലാം കൂടി ഉണ്ട് ഇതിൽ. ഇതെല്ലാം കൂടി നമുക്കിപ്പം വേണ്ട, ഇതെല്ലാം കൂടി ഇതിൽ വാരിയിടാം. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ എന്താ വേണ്ട വെച്ചാൽ, ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് മറിഞ്ഞും പോയി കണ്ടില്ലേ, അത് ഓർമ്മയില്ലണ്ടായിപ്പോയി. അത് ഇനിയിപ്പോൾ ഇതിനകത്ത് വാരി നിറക്കട്ടെ. ഇതിനകത്ത് വാരി നിറച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ നടുന്ന കാണിച്ചു തരാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടുന്ന്. കണ്ടില്ലേ, ഇതേപോലെ പിന്നെ പോട്ടി മിശ്രിതെല്ലാം ആക്കി വെച്ചതാണ്. പുതുതായിട്ട് ആക്കിയതാണ്. എന്നുവെച്ചാൽ ഇത് പുതുക്കത്തിലാണ്. പുതിയ കൃഷി തന്നെ തരണം. ഇനിയിപ്പം മഴക്കാലല്ലേ വരുന്നത്, അതുകൊണ്ട് പുതിയതായിട്ട് തന്നെ. ഇപ്പം കക്കിരിക്കൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ. 2 മാസം കൊണ്ട് വിളവ് കഴിയും. അത്രേ ഉണ്ടാവില്ല. ആദ്യത്തെ ഒരു ട്രിപ്പങ്ങ് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ കക്കിരി വെള്ളേരിയെല്ലാം 2-3 മാസം അതിനപ്പുറം എത്തൂല. അത്രേ എത്തൂലൂ. ഇതിപ്പോൾ നട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോഴേക്ക് നമുക്ക് തീർക്കാൻ വേറെ നടാൻ കഴിയും. വേറെ ട്രിപ്പ് തൽക്കാലം ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പുറത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിൽ നിറച്ചു. ഈ പോട്ടയും മിശ്രിതാക്കി വെച്ചതാണ്. ഇനിയിപ്പം ഞാനിതിൽ കുരു നടട്ടെ. കണ്ടില്ലേ, ഞാനിപ്പോൾ ഒരു 5 കുരു വെച്ച് നടുന്നുണ്ട്. എല്ലാം കിട്ടിയിട്ടില്ലെങ്കിൽ എന്നാ ചെയ്യുക, അതുകൊണ്ട് ഒരു 5 കുരു വെച്ച് ചെയ്യുന്നുണ്ട്. ചായക്കുരു പോലെ ഉണ്ട് കണ്ടാൽ. കുരുവെല്ലാം എന്തെല്ലോ കുരുവാണ്. അവരെല്ലാം പൈസ കൊടുത്തിട്ട്, പൈസ അല്ലാതെ ഇപ്പോൾ ഒന്നിനും ഒരു വിലയും ഇല്ല, പൈസ മാത്രം. ഉണ്ടല്ലേ, ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് നിറക്കട്ടെ. വേഗം ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വേഗം നിറച്ച് വെച്ചിന്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടാൽ പിന്നെ അവിടുന്ന് എടുക്കാൻ മടിക്കും. അപ്പോൾ ഇതിങ്ങനെ നിറച്ച് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചാൽ ഇന്ന് വേഗം തീരുമല്ലോ പണി. അതാണ് ഉണ്ടാ, ഇതേപോലെ നിറച്ച് വെച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഇത് വാരി നിറക്കുക. ഈ പാൽപ്പൊടി ഇല്ലാന്ന് ഇന്നിപ്പോൾ ഇത് 2 നട്ട്. തേനും കുറച്ചും കൂടി പാൽപ്പൊടി അടിച്ചു കൂട്ടി കൊണ്ടുവരാനിട്ട്. നല്ല കരിമശ പോലത്തെ വളം പോലെ ഇരിക്കുന്ന പൊടി, ആ പൂപ്പലിൻ്റെ പൊടിയാണ് ഇത് വരുന്നത്. പൂപ്പൽ വരുന്നില്ല മേലെ, വർഷകാലത്തിലെ ആ പൂപ്പൽ ഇങ്ങനെ അടന്നടന്ന് വരുന്നതാണ്. ഇപ്പം ഇതും കൂടി നട്ടെ. ഇതും കൂടി നട്ടിട്ട് ഞാൻ ബാക്കി നിങ്ങളെ കാണിക്കാം. ഇതും കൂടി നട്ട് കണ്ടില്ലേ, ഇതുപോലെ ഇതും കൂടി നട്ടെ. ഇനിയിപ്പോൾ 5 കുരുവാന്ന് നട്ടിട്ട്. എന്താ വെച്ചാൽ പൊടിച്ച് കിട്ടിയിട്ടെങ്കിലും അഥവാ ഒരു സമയം ഒന്ന് ഒടിഞ്ഞു പോയെങ്കിലും ഉണ്ടല്ലോ, പിന്നെ ആ കുരു പോയില്ലെങ്കിൽ അന്നേരം നമുക്ക് ഒരുപാട് കിട്ടൂല, സാധനങ്ങൾ കിട്ടൂല.
ഓരോ ഇന്നാൾ 5 നട്ടിട്ട് ഇപ്പോൾ ഓരോന്നല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് നമ്മളൊരു നട്ടാൽ ഒരു ഏല് കിട്ടുന്നില്ല. ഇവിടെ കുറേ നടണം. വിത്ത് നല്ല വിത്താണെങ്കിലേ നമുക്കതങ്ങനെ പറ്റൂല്ലോ. ഇത് നമ്മളുണ്ടാക്കുന്ന വിത്തല്ലല്ലോ, പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ടിരുന്ന വിത്തല്ലേ. ഉണ്ടല്ലോ, ഏത് വിത്തായാലും പിന്നെ നമ്മൾ ഈ പച്ചക്കറീനെ അങ്ങനെ വിശ്വസിച്ചുകൂടാ. അത് ശരിക്ക് തേച്ചും നമുക്ക് നട്ടത് തേച്ചും കിട്ടുന്നൊന്നും വിശ്വസിച്ചുകൂടാ. കിട്ടിയതായി, കിട്ടാത്തത് നമ്മൾ കളഞ്ഞോളുക, അത്ര തന്നെ. ഉണ്ടല്ലേ, ഇതേപോലെ നട്ടിട്ട് ഇനിയിപ്പോൾ ഒന്നും കൂടി നടാനുണ്ട്. ഉണ്ടല്ലേ, ഉണ്ടല്ലേ, ഒന്നും കൂടി നടാനുണ്ട്. അതും കൂടി നട്ട് എന്നാലും ഒരു 4 വേഗം കൂടി പിന്നെ നടാനുണ്ട്. അത് പിന്നെ നടാം. അതിലിപ്പോൾ ബാക്കിയൊന്നുമില്ല, എല്ലാം കൊണ്ടുവന്നതെല്ലാം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉഷാറാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതായിപ്പോയത്. മറ്റേത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിൽ നിന്ന് വേറെ നട്ടിട്ട് ആക്കണം. അതിപ്പോൾ ആടെ നട്ടാലും ശരിയാവും തോന്നില്ല, വേറെ എവിടെയും കൊണ്ട് നടേണ്ടി വരും, പന്തലാക്കേണ്ടി വരും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്തിരി ആയില്ലേ. ഇനിയിപ്പോൾ പിന്നെ ഇതാണ്, ഇതും കൂടിയേ ഉള്ളൂ. ഇതും കൂടി ആയാൽ ഉണ്ടല്ലേ. ഇതെല്ലാം എല്ലാവർക്കും നിങ്ങൾക്ക് ഇങ്ങനെ വൃത്തിയായി കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഭംഗിയായിട്ട് നടാൻ വേണ്ടിയിട്ടാണ്. നല്ല കണ്ടീഷനായിട്ട് നട്ട് നിങ്ങളും വിളവെടുക്കണം. കക്കിരിയെല്ലാം വേഗം 1 മാസം കൊണ്ട് നടക്കാൻ നമുക്ക് കക്കിരിക്ക പറിക്കാൻ കഴിയുന്നതാണ്. വെള്ളേരി, കക്കിരി ഇങ്ങനെയുള്ളതെല്ലാം. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് നടുക. നട്ടിട്ട് പിന്നെ അതിൻ്റെ വിളവെടുക്കാൻ നോക്കുക. ഇതിനൊരു ചിലവുമില്ല. ഇത് അങ്ങനെ വലിയൊരു ഇതുള്ള കാര്യമൊന്നുമല്ല. ഇത് അത്രയും പെട്ടെന്ന് നമുക്ക് നട്ടിട്ട് വേഗം ഉണ്ടാക്കാൻ കഴിയും. എല്ലാവർക്കും കുക്കുംബർ വീട്ടിലുണ്ടാക്കാം. കുക്കുംബർ നല്ല സാധനമല്ലേ. നമുക്ക് ഒന്നുമില്ലെങ്കിൽ മുറിച്ചിട്ട് ഉപ്പിലിട്ട് കുറച്ച് കാന്താരി ഇട്ടാൽ പിറ്റേന്ന് മുതൽ എടുത്ത് തിന്നാം. നമുക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഇട്ട് വെച്ചിനി. ഇനിയിപ്പോൾ എനിക്ക് ഇട്ട് വെക്കണം. ഇന്നലെ പറിച്ചതെല്ലാം കൊടുത്തു ആക്ക്. അതുകൊണ്ട് ഇനി പറിച്ചിട്ടാകുമ്പോൾ കുറച്ച് ഇട്ട് വെക്കണം എനിക്കും. എന്നാൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ വേഗം ഒരു ദാഹവും വിശപ്പെല്ലാം വരുമ്പോൾ അതെടുത്തിട്ട് തിന്നാലുണ്ടല്ലോ നമുക്കൊരു രുചിയാ. ഉണ്ടല്ലേ, ആയില്ലേ. ഇതും കൂടി കണ്ടല്ലോ നിങ്ങൾ. ഉണ്ടല്ലേ, ഇതാ ഇപ്പോൾ 4 ഞാൻ നട്ടു. അത് നിങ്ങളെ കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇത് കണ്ടല്ലോ. ഇനിയിപ്പം ഇതും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അതിന് വെള്ളം നനക്കണം. അത് ഞാൻ നനച്ചോളൂ. ഇതിപ്പോൾ കണ്ടില്ലേ, 4 വേഗം നട്ടിട്ടുണ്ട്. കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. എല്ലാവരും സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. എന്നിട്ട് പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ എനിക്ക് വേണ്ടുന്ന സഹായം ചെയ്തു തരുമോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. ഓക്കെ, നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.